Hi students, welcome to today's class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 12ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലിമെന്റിലെ രണ്ടാമത്തെ എലിമെന്റ് ആയ സൾഫറിനെ പറ്റിയാണ്. സൾഫറിന്റെ ആറ്റോമിക് നമ്പർ 16 ആണ്. ആറ്റോമിക് മാസ് 32. നമുക്ക് നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സൾഫർ ഇസ് എ സോളിഡ്. അതിന്റെ കളറ് യെല്ലോ കളറാണ്, നോൺ മെറ്റൽ ആണ്. സൾഫർ ഇസ് എ സോളിഡ്, യെല്ലോ, നോൺ മെറ്റൽ. നമുക്ക് സൾഫറിന്റെ ഉപയോഗം പറയുകയാണെങ്കിൽ ലാർജ് എമൗണ്ട്സ് ഓഫ് സൾഫർ ആർ യൂസ് ടു മാനുഫാക്ചർ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കെമിക്കൽസ് ഇൻ ദ വേൾഡ്. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പ്രാക്ടിക്കലിലൊക്കെ ലാബിൽ കയറുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ്. Sulphuric acid is a combination of sulfur, hydrogen and oxygen. Sulfur is used in the manufacture of paints, fertilizers, detergents, synthetic fibers and rubber. സൾഫറിന്റെ ഒരു ക്രിസ്റ്റൽ ഫോം ആണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. സൾഫറിന് അലോട്രോപ്സ് ഉണ്ട്. എന്താണ് അലോട്രോപ്സ്? ചില എലിമെന്റ്സ് അതിന്റെ രണ്ടോ അതിലധികമോ ഫോംസിൽ നിലനിൽക്കുന്നതിനെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. അതായത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ള വസ്തുക്കളാണ് അലോട്രോപ്സ്. സൾഫറിന് മെയിൻ ആയിട്ട് രണ്ട് അലോട്രോപ്സ് ആണുള്ളത്. റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും. റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറുമാണ് നമ്മളിവിടെ കാണുന്നത്. മോണോക്ലിനിക് സൾഫർ നോക്കിയേ, അതിനൊരു നീഡിൽ സ്ട്രക്ചർ ആണ്. എന്നാൽ റോംബിക് സൾഫർ ഒരു ക്രിസ്റ്റൽ ആയിട്ടാണ് അതിരിക്കുന്നത്. നമുക്ക് അന്നേരം ഡീറ്റെയിൽ ആയിട്ട് മോണോക്ലിനിക് സൾഫറിനെയും റോംബിക് സൾഫറിനെയും പറ്റി ഒന്ന് പഠിക്കാം. സൾഫർ ഫോംസ് ന്യൂമറസ് അലോട്രോപ്സ് ഓഫ് വിച്ച് ദ യെല്ലോ റോംബിക് പറയുന്ന വേറൊരു പേരാണ് ആൽഫ സൾഫർ. ആൻഡ് മോണോക്ലിനിക് പറയുന്ന വേറൊരു പേരാണ് ബീറ്റ സൾഫർ. ഓർത്തിരിക്കുക, റോംബിക്ക് ആൽഫ സൾഫർ എന്ന് വിളിക്കും, മോണോക്ലിനിക്ക് ബീറ്റ സൾഫർ എന്ന് വിളിക്കും. Forms are the most important allotropes of sulfur. The stable form at room temperature is rhombic sulfur. ഈ അലോട്രോപ്പിനകത്ത് ഏറ്റവും സ്റ്റേബിൾ ഏതാണ്? റോംബിക് സൾഫർ ആണ്. റോംബിക് സൾഫർ സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. It transforms to monoclinic sulfur when heated above 369 Kelvin. 369 Kelvin എന്നുള്ളതിന് ഓർത്തിരിക്കുക. ആ ടെമ്പറേച്ചറിനകത്ത് റോംബിക് സൾഫർ ട്രാൻസ്ഫോംസ് ടു മോണോക്ലിനിക് സൾഫർ വെൻ ഹീറ്റഡ് എബവ് 369 കെൽവിൻ. ആൽഫ സൾഫർ എന്ന് പറഞ്ഞാൽ റോംബിക് സൾഫർ ആണ്. ദിസ് അലോട്രോപ്പ് ഇസ് യെല്ലോ ഇൻ കളർ, മെൽറ്റിംഗ് പോയിന്റ് 385.8 കെൽവിൻ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 2.06 ആണ്. റോംബിക് സൾഫർ ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ഓൺ evaporating the solution of rolled sulfur in carbon disulfide. ഇനി ഇതിന്റെ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ റോംബിക് സൾഫർ ഈസ് ഇൻസോലബിൾ ഇൻ വാട്ടർ ബട്ട് soluble to some extent in benzene, alcohol and ether. It is readily soluble in carbon disulfide. വെള്ളത്തിനകത്ത് ഇൻസോലബിൾ ആണ്, പക്ഷെ കാർബൺ ഡൈസൾഫൈഡിനകത്ത് പെട്ടെന്ന് തന്നെ അത് ലയിച്ചു ചേരുന്നു. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോംബിക് സൾഫർ ആണ്. റോംബിക് സൾഫർ എന്ന് പറയുന്ന വേറൊരു പേരാണ് ആൽഫ സൾഫർ. അടുത്തതാണ് ബീറ്റ സൾഫർ. ബീറ്റ സൾഫർ മോണോക്ലിനിക് സൾഫർ എന്നും അത് അറിയപ്പെടുന്നു. ബീറ്റ സൾഫറിന്റെ വേറൊരു പേരാണ് മോണോക്ലിനിക് സൾഫർ. മോണോക്ലിനിക് സൾഫറിന്റെ മെൽറ്റിംഗ് പോയിന്റ് 393 കെൽവിനും സ്പെസിഫിക് ഗ്രാവിറ്റി 1.98 ആണ്. ഇറ്റ് ഈസ് സോലുബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. മോണോക്ലിനിക് സൾഫറും കാർബൺ ഡൈസൾഫൈഡിനകത്ത് ലയിച്ചു ചേരുന്നു. Monoclinic sulfur is prepared by melting rhombic sulfur in a dish and cooling. അപ്പോൾ നമുക്ക് മോണോക്ലിനിക് സൾഫർ കിട്ടുന്നു. ഈ മോണോക്ലിനിക് സൾഫർ is stable above 369 Kelvin and transform into alpha sulfur below it. It is stable above 369 Kelvin and transform into alpha sulfur below it. That is 369 എന്ന് പറയുന്നത്
ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് കേട്ടോ. ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ആൽഫ സൾഫറും ബീറ്റാ സൾഫറും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ആകുന്ന ഒരു ഇതാണ്. Alpha sulfur is stable below 369 Kelvin and transforms into beta sulfur above this. At 369 Kelvin, both the forms are stable. This temperature is called a transition temperature. നമ്മുടെ ആൽഫ സൾഫറിന്റെയും ബീറ്റാ സൾഫറിന്റെയും ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ് 369 Kelvin. Both rhombic and monoclinic sulfur have S8 molecule. 8 സൾഫർ ആറ്റം കൂടി ചേർന്നാണ് ഇവിടെ സൾഫർ മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. ബോത്ത് റോംബിക് ആൻഡ് മോണോക്ലിനിക് സൾഫർ ഹാവ് S8 മോളിക്യൂൾ ആണ്. These S8 molecules are packed to give different crystal structures. The S8 ring in both the forms is puckered and has a crown shape. Crown shape ഉള്ള ഉണ്ട്. ഇതിന്റെ ഷേപ്പ് ആണ് നമ്മൾ പറയുന്നത് ക്രൗൺ ഷേപ്പ്. ഇവിടെ നമ്മൾ കാണുന്നത് റോംബിക് സൾഫർ 8 ആറ്റം കൂടി ചേർന്ന് ഉള്ള ഒരു മോളിക്യൂളാണ് സൾഫർ മോളിക്യൂൾ. അതിന്റെ ഷേപ്പ് ക്രൗൺ ഷേപ്പാണ്. ക്രൗൺ ഷേപ്പില് ഇവിടുത്തെ സൾഫറിന്റെ ആംഗിള് 107 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിള്. അതുപോലെ സൾഫർ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത് 204 പൈക്കോമീറ്റർ ആണ്. 204 പൈക്കോമീറ്റർ. ഈ ഷേപ്പിനെയാണ് നമ്മൾ പറയുന്നത് ക്രൗൺ ഷേപ്പ് എന്ന് പറയുന്നത്. ക്രൗൺ ഷേപ്പ്. അടുത്ത ഷേപ്പ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതൊരു 6 സൾഫർ ആറ്റം കൂടി ചേർന്നുണ്ടാകുന്നതാണ് S6 ഫോം ആണ്. S6 ഫോമിനകത്ത് സൾഫർ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത് 205.7 പൈക്കോമീറ്റർ ആണ്. ബോണ്ട് ആംഗിൾ 102.2 ഡിഗ്രിയാണ്. ഈ ഫോമിന് നമ്മൾ പറയും ചെയർ ഫോം എന്ന് പറയും. S6ന്റെ ഫോമാണ് ചെയർ ഫോം. ചെയർ ഫോമിന്റെ ബോണ്ട് ലെന്തും ബോണ്ട് ആംഗിളും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ക്രൗൺ ഷേപ്പിനകത്തെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെന്തും ഒന്ന് പഠിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്നത് സ്ട്രക്ചർ ഓഫ് റോംബിക് സൾഫർ ആണ്. At high temperature, sulfur S2 ആയിട്ടാണ് നിൽക്കുന്നത്. S2 is the dominant species. നമ്മളിപ്പോ S6 S8 എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഹൈ ടെമ്പറേച്ചറിനകത്ത് അതായത് അപ്രോക്സിമേറ്റ്ലി 1000 Kelvin ആകുമ്പോൾ സൾഫർ S2 സ്റ്റേറ്റിലാകുന്നു. ആൻഡ് ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ആണ്. പാരാമാഗ്നറ്റിക് ലൈക്ക് ഓക്സിജൻ O2 പോലെ S2 പാരാമാഗ്നറ്റിക് ആയി മാറുന്നു. നിങ്ങൾക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് സൾഫറിന്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന എലമെന്റ് ആണ്. ഗ്രൂപ്പ് 16ലെ ആദ്യത്തെ എലമെന്റ് ആണ് ഓക്സിജൻ. അതുപോലെ ആകുന്നു. Several other modifications of sulfur containing 620 sulfur atoms per ring structure ഉള്ളത് have been synthesized in the last 2 decades. പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് സൾഫർ മോളിക്യൂൾസിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സൾഫറിന്റെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് അതിന്റെ മോളിക്കുലർ ഫോർമുലയാണ് SO2 സൾഫർ ഡയോക്സൈഡ്. സൾഫർ സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം സൾഫർ മിഡിൽ നടുക്കായിട്ട് നിൽക്കുന്നു. 2 ഓക്സിജൻ സൾഫറിന്റെ അപ്പുറത്തും 2 വശങ്ങളിലുമായി നിൽക്കുന്നു. നമുക്ക് ഒന്ന് റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. Resonance structure of sulfur dioxide. The molecule of SO2 is angular and it is a resonance hybrid of the 2 canonical structures. 2 canonical structure ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. SO2 സൾഫർ മിഡിൽ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ 2 ഓക്സിജൻ നിൽക്കുന്നു. നമ്മളിവിടെ കാണുകയാണ് ആദ്യത്തെ ഫിഗറിനകത്ത് ഒന്നാമത്തെ ഓക്സിജന്റെ അടുത്താണ് ഡബിൾ ബോണ്ട്. ഓക്സിജന്റെയും സൾഫറിന്റെയും എന്താണ് ഡബിൾ ബോണ്ട് ആയിട്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ കാനോനിക്കൽ സ്ട്രക്ചറിനകത്ത് നമ്മൾ കാണുകയാണ് രണ്ടാമത്തെ ഓക്സിജന്റെ അടുത്താണ് സൾഫറിന്റെയും ഓക്സിജന്റെയും ഇവിടെയാണ് ഡബിൾ ബോണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് കാനോനിക്കൽ ഫോംസ് ആണ് നമ്മളിവിടെ കാണുന്നത്. റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് SO2 വരച്ചു പഠിക്കുക. സൾഫർ ഡയോക്സൈഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ് നമുക്കൊന്ന് നോക്കാം. സൾഫർ ഡയോക്സൈഡ് ഈസ് എ കളർലെസ് ഗ്യാസ് വിത്ത് എ പഞ്ച്വന്റ് സ്മെൽ ആൻഡ് ഈസ് ഹൈലി സോലുബിൾ ഇൻ വാട്ടർ. സൾഫർ ഡയോക്സൈഡ് ഒരു കളർലെസ് ഗ്യാസ് ആണ്. ഇറ്റ് ലിക്വിഫൈസ് അറ്റ് റൂം ടെമ്പറേച്ചർ അണ്ടർ പ്രഷർ ഓഫ് 2 atmosphere ആൻഡ് ബോയിൽസ് അറ്റ് 263 Kelvin. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്.
ഇത് ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ നിന്ന് സൾഫർ ഡയോക്സൈഡിന്റെ ഗ്യാസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതിന്റെയാണ് ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. സൾഫർ ഡയോക്സൈഡ് എയർ പൊല്യൂഷന് കാരണമാകുന്നു കേട്ടോ. സൾഫർ ഡയോക്സൈഡ് എയർ പൊല്യൂട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ആസിഡ് റെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ആസിഡ് റെയിന് ഒരു കാരണമാകുന്നതും സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ട്. അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ അത് ആസിഡ് റെയിനൊക്കെ കാരണമാകുന്നു. അന്നേരം നമുക്ക് പറയാം ഇതൊരു എയർ പൊല്യൂട്ടന്റും കൂടെയാണ്. Sulfur dioxide preparation. Sulfur dioxide is formed together with a sulfur trioxide when sulfur is burned in air or oxygen. അതായത് sulfur plus oxygen gives a SO2. Sulfur plus oxygen gives SO2. ഇനി ലാബിലാണെങ്കിൽ SO3 2- plus 2H plus gives H2O plus SO2. In the laboratory, it readily generated by treating a sulfate with a dilute sulfuric acid. H plus എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ ആസിഡിനെ കാണിക്കുന്നതാണ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H plus. അന്നേരം ആ H plus ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൾഫേറ്റുമായിട്ട് SO3 2- റിയാക്ട് ചെയ്യുമ്പോൾ അത് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. Industrially, it is produced as a byproduct of the roasting of sulfide ore. Fe2S plus O2 gives Fe2O3 plus SO2. SO2. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. Industrially, it is produced as a byproduct of the roasting of sulfide ore. സൾഫൈഡ് ഓറിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൾഫർ ഡയോക്സൈഡ് കിട്ടുന്നു. ഇതൊക്കെ മെറ്റൽസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സിലാണ് ഉപയോഗിക്കുന്നത്. The gas after drying is liquefied under pressure and is stored in steel cylinder. Steel cylinderൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സൾഫർ ഡയോക്സൈഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. സൾഫർ ഡയോക്സൈഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. സൾഫർ ഡയോക്സൈഡ് വെള്ളത്തിലൂടെ കടത്തിവിടുവാണെങ്കിൽ അതൊരു സൾഫ്യൂറസ് ആസിഡായി മാറുന്നു. ആ ലായനി ഒരു ആസിഡായി മാറുന്നു. ആ ആസിഡിന്റെ പേരാണ് സൾഫ്യൂറസ് ആസിഡ്. SO2 plus H2O gives H2SO3. H2SO3 എന്നൊക്കെ പറയുന്ന പേരാണ് സൾഫ്യൂറസ് ആസിഡ്. നിങ്ങൾ H2SO4 എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്? സൾഫ്യൂരിക് ആസിഡ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. എന്നാൽ ഇത് പുതിയതായിട്ട് പഠിക്കുന്നതാണ് സൾഫ്യൂറസ് ആസിഡ്. അത് സൾഫർ ഡയോക്സൈഡ് റിയാക്ട് റെഡിലി വിത്ത് NaOH സൊല്യൂഷൻ ഫോമിംഗ് സോഡിയം സൾഫേറ്റ്. സൾഫർ ഡയോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം സൾഫേറ്റ് ആയി മാറുന്നു. അതുപോലെ തന്നെ which then react with more SO2 to form sodium hydrogen sulfate. ഈ സോഡിയം സൾഫേറ്റിനോട് പിന്നെയും SO2 റിയാക്ട് ചെയ്തത് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് ആയിട്ട് മാറുന്നു. നമ്മളിപ്പം റിയാക്ഷൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് ആണ് പഠിക്കുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് SO2 gives Na2SO3. Na2SO3 plus SO2 gives NaHSO3. Sulfur dioxide react with water and alkalis. SO2 is very similar to that of carbon dioxide. SO2 react with chlorine in the presence of charcoal to give sulfurial chloride. ഒരു പുതിയ റിയാക്ഷൻ ആണ് സൾഫ്യൂരിയൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ SO2 plus Cl2 gives SO2Cl2. കാറ്റലിസ്റ്റ് ആയിട്ട് ചാർക്കോൾ വേണം. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന സൾഫ്യൂരിയൽ ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നത് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ഓക്സിഡൈസ് ടു സൾഫർ ട്രയോക്സൈഡ് ബൈ ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് വനേഡിയം ഓക്സിഡൈസ് കാറ്റലിസ്റ്റ്. സൾഫർ ഡയോക്സൈഡ് നമുക്ക് സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റാം. എന്താ സൾഫർ ട്രയോക്സൈഡിന്റെ ഫോർമുല? SO3. SO2 എങ്ങനെ SO3 ആകും? ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം. ആ കാറ്റലിസ്റ്റ് ആണ് വനേഡിയം ഓക്സൈഡ്. കാറ്റലിസ്റ്റിന്റെ പേരാണ് വനേഡിയം ഓക്സൈഡ്. നമ്മളിവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് ആണ് കാണുന്നത്. സൾഫർ ഡയോക്സൈഡ് ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. സൾഫ്യൂരിയൽ ക്ലോറൈഡ്, സൾഫർ ട്രയോക്സൈഡ്, അങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സൾഫർ ഡയോക്സൈഡ്. When moist sulfur dioxide behave as a reducing agent. Sulfur dioxide reducing agent ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. For example, it converts iron 3 ions to iron 2. Fe3 plus നെ Fe2 plus ആക്കി മാറ്റുന്നു.
അന്നേരം അവിടെ എന്താണ്, അവിടെ ഏത് ക്യാരക്ടറാണ് കാണിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. Fe3+ Fe2+ ആയിട്ട് മാറുന്നു. Fe3+ Fe2+ ആയി മാറുമ്പോൾ നമ്മുടെ SO2 എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. റെഡ്യൂസിങ് ഏജന്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ റെഡ്യൂസിങ് ഏജന്റിന്റെ ഒരു വേറെ റിയാക്ഷൻ ആണ്, ഇറ്റ് ഡീകളറൈസസ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. ഇറ്റ് ഡീകളറൈസസ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ കളർ എന്താണ്? വയലറ്റ് കളർ അല്ലെ. അതിനെ ഡീകളറൈസ് ചെയ്യിക്കുന്നു നമ്മുടെ SO2. ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് നമ്മുടെ സൾഫർ ഡയോക്സൈഡ് ആക്ട് ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജന്റ്. സൾഫർ ഡയോക്സൈഡിന്റെ യൂസസ് നമ്മളിപ്പം പഠിച്ചത് അല്ലേ. ഇനിയും വേറെയും പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. Sulphur dioxide is used in refining petroleum and sugar, in bleaching wool and silk, as an anti-collar disinfectant and preservative. An anti-collar is a substance used to decompose residual hypochlorite or chlorine. എന്താണ് ആന്റിക്ലോർ എന്ന് പറയാണ്? ഇറ്റ് ഇസ് എ സബ്സ്റ്റൻസ് യൂസ് ടു ഡീകമ്പോസ് ഹൈപ്പോക്ലോറൈറ്റ്. ഇത് ബ്ലീച്ചിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓൺ ഗോയിങ് റിയാക്ഷൻ വിത്ത് ആൻഡ് ദെയർഫോർ ഡാമേജ് ടു ദ മെറ്റീരിയൽ ദാറ്റ് ഹാസ് ബീൻ ബ്ലീച്ച്ഡ്. ബ്ലീച്ചിങ്ങിൽ ഇത് ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ നമ്മുടെ സൾഫർ ഡയോക്സൈഡിന്റെ ഉപയോഗങ്ങൾ. ഓർത്തിരിക്കുക. നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് സൾഫറിന്റെ തന്നെ അടുത്ത കോമ്പൗണ്ട് ആണ് ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. സൾഫറിന്റെ കൂടെ ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ കൂടി വന്ന് നമുക്ക് ഒരു ആസിഡ് ഉണ്ടാവുകയാണ്. ആ ആസിഡിനെ പറഞ്ഞാണ് ഓക്സോ ആസിഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓക്സോ ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് പറയുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ കുടുംബമാണ് ഓക്സോ ആസിഡ്. നമുക്കൊന്ന് പഠിക്കാം. സൾഫർ ഫോംസ് എ നമ്പർ ഓഫ് ഓക്സോ ആസിഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2SO3, H2S2O3, H2S2O4, H2S2O5, H2XO6. എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ 2 to 5 ആകാം. അതുപോലെ നമുക്ക് എല്ലാം അറിയാവുന്ന H2SO4 അതാണ് സൾഫ്യൂരിക് ആസിഡ്. H2S2O7 എന്താണ് H2S2O7? ഒലിയം. H2SO5, H2S2O8 ഇതെല്ലാം സൾഫറിന്റെ ഓക്സോ ആസിഡുകളാണ്. സം ഓഫ് ദീസ് ആസിഡ്സ് ആർ അൺസ്റ്റേബിൾ ആൻഡ് കനോട്ട് ബി ഐസൊലേറ്റഡ്. അൺസ്റ്റേബിൾ ആണ്. ദേ ആർ നോൺ ഇൻ അക്വസ് സൊല്യൂഷൻ ഓർ ഇൻ ദ ഫോം ഓഫ് ദെയർ സോൾട്ട്. നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് പഠിച്ചാലോ. ഓക്സോ ആസിഡിന്റെ സ്ട്രക്ചർ. ഒന്നാമത്തെ ഓക്സോ ആസിഡ് ആണ് സൾഫ്യൂറസ് ആസിഡ്. സൾഫ്യൂറസ് ആസിഡിന്റെ ഫോർമുല ആണ് H2SO3. സൾഫർ നടുക്ക് 2 OH ബോണ്ടാണുള്ളത്. ഡബിൾ ബോണ്ടോ ഒരു ലോൺ പെയർ സൾഫറിന്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതാണ് H2SO3. ഇവിടെ ബേസിക് നമുക്ക് പറയാം 2 OH ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല. സൾഫ്യൂരിക് ആസിഡ് സ്ട്രക്ചർ ഒന്ന് നമുക്ക് പഠിക്കണം. സൾഫർ ഡബിൾ ബോണ്ട് O, അതുപോലെ 2 സിംഗിൾ ബോണ്ട് OH. എന്നാൽ ഇവിടുത്തെ ബേസിക് നമുക്ക് പറയാം 2. നമ്പർ ഓഫ് OHനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിവിടെ ബേസിക് പറയുന്നത്. അടുത്ത ആസിഡാണ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ഇവിടെ നമ്മൾ 2 സൾഫർ ഉണ്ട്. ഈ 2 സൾഫറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 2 ഓക്സിജൻ ആണ്. അതുപോലെ 2 OH ഉണ്ട്. അത് നമുക്ക് ഡൈബേസിക് ആണ്. അടുത്തതാണ് പൈറോ സൾഫ്യൂരിക് ആസിഡ് H2S2O7. പൈറോ സൾഫ്യൂരിക് ആസിഡ് പറയുന്ന പേരാണ് H2S2O7. അതിന് വേറൊരു പേരാണ് ഒലിയം. ഇമ്പോർട്ടന്റ് ആണ് ഒലിയം. H2S2O7. എന്താണ് H2S2O7ന്റെ ഷേപ്പ് സ്ട്രക്ചർ നമുക്കൊന്ന് പഠിക്കാം.
2 എസ്, ഡബിൾ ബോണ്ട് O. ഇവിടുന്ന് ഒരു സൾഫറിൽ നിന്ന് തന്നെ 2 ഡബിൾ ബോണ്ട് O ഉണ്ട്. പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ നടുക്ക് ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നു. 2 OH. നമുക്ക് ഇവിടെയും പറയാം അതിന്റെ ബേസിറ്റി എത്രയാണ്? 2. ഇതാണ് സ്ട്രക്ചർ ഓഫ് ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. എന്നിട്ട് ഇത് വരച്ചു പഠിക്കണം, നിങ്ങൾ നോട്ടാക്കി വരയ്ക്കണം. സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് സൾഫർ, ഡബിൾ ബോണ്ട് O, 2 OH. സൾഫ്യൂരിക് ആസിഡ് സ്ട്രക്ചർ പഠിക്കുകയാണ്. H2SO4 ആണ് അതിന്റെ ഫോർമുല. H2SO4 സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കെമിസ്ട്രിയിൽ. സൾഫ്യൂരിക് ആസിഡ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഡസ്ട്രിയൽ കെമിക്കൽ വേൾഡ് വൈഡ്. കോണ്ടാക്ട് പ്രോസസ്സിലൂടെയാണ് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്. കോണ്ടാക്ട് പ്രോസസ്സിനകത്ത് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ സൾഫർ, ബേണിംഗ് ഓഫ് സൾഫർ ഇൻ എയർ ടു ജനറേറ്റ് SO2. സൾഫർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് സൾഫർ ഡയോക്സൈഡ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാൽ സൾഫർ ഡയോക്സൈഡ് ഈസ് കൺവേർട്ടഡ് ടു സൾഫർ ട്രയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡിനകത്തോട്ട് ഓക്സിജൻ കടത്തിവിട്ട് വനേഡിയം കാറ്റലിസ്റ്റിന്റെ വനേഡിയം ഓക്സൈഡിന്റെ സഹായത്തോടുകൂടി അത് എന്തായി മാറുന്നു? സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറുന്നു. കൺവേർഷൻ ഓഫ് SO2 to SO3 ബൈ ദ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് V2O5. രണ്ടാമത്തെ സ്റ്റെപ്പായി. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? സൾഫർ ഡയോക്സൈഡ് ആയി മാറി. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആയി മാറി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാല് അബ്സോർപ്ഷൻ ഓഫ് SO3 ഇൻ H2SO4. H2SO4 ഉം SO3 കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒലിയം എന്ന കോമ്പൗണ്ട് കിട്ടുന്നു. ഒലിയത്തിന്റെ ഫോർമുല H2S2O7. ഈ H2S2O7 നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് അത് ഏത് കോൺസെൻട്രേഷൻ ഉള്ള സൾഫ്യൂരിക് ആസിഡ് ആക്കിയാണെങ്കിലും മാറ്റാൻ സാധിക്കുന്നു. 3 സ്റ്റെപ്പ് ഓർത്തിരിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് കോണ്ടാക്ട് പ്രോസസ്സിന്റെ സൾഫർ ഡയോക്സൈഡ് ആയി മാറുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആയി മാറുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് അബ്സോർപ്ഷൻ ഓഫ് SO3 ഇൻ H2SO4 gives H2S2O7. H2S2O7 പറയുന്ന പേരാണ് ഒലിയം. നമ്മളിപ്പോ ഒലിയം എന്നുള്ള ഒരു പുതിയ ഒരു ആസിഡാണ് നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന ഒലിയം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. The SO2 produced is purified by removing dust and other impurities such as arsenic compounds. ഈ സൾഫർ ഡയോക്സൈഡ് നമ്മൾ പറഞ്ഞായിരുന്നു സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു ബേൺ ചെയ്യുമ്പം ഈ സൾഫർ ഡയോക്സൈഡ് അത് ഇഷ്ടംപോലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആർസനിക് കോമ്പൗണ്ട്സ് ഒക്കെ കാണും. അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ അതിനെയൊക്കെ നമുക്ക് മാറ്റണം. പ്രൊഡ്യൂസ് ആസ് പ്യൂരിഫൈഡ് ബൈ റിമൂവിംഗ് ഡസ്റ്റ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ് സച്ച് ആസ് ആർസനിക് കോമ്പൗണ്ട്സ്. The key step in the manufacture of H2SO4 is the catalytic oxidation with the vanadium oxide V2O5. The SO2 plus O2 gives SO3. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിവേഴ്സിബിൾ ആൻഡ് ദ ഫോർവേഡ് റിയാക്ഷൻ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ വോളിയം. രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സോതെർമിക് റിയാക്ഷൻ. അന്നേരം ഇവിടെ എന്തായിരിക്കും എക്സോതെർമിക്? ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ മതി. ഓർത്തിരിക്കുക, ടെമ്പറേച്ചർ ലോ ആയിരിക്കണം. Therefore, low temperature and high pressure are the favorable conditions for maximum yield. ശ്രദ്ധിക്കുക, കോണ്ടാക്ട് പ്രോസസ്സിനകത്ത് നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. But the temperature should not be very low, otherwise rate of reaction will become slow. ഒത്തിരി കുറയരുത്, അല്ലെങ്കിൽ എന്തായിരിക്കും വളരെ സാവധാനമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പം കാണുന്നത് ഫ്ലോ ഡയഗ്രാം ആണ്. മാനുഫാക്ചർ ഓഫ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് സൾഫർ ആണ്. സൾഫർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് കോണ്ടാക്ട് പ്രോസസ്സിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതിനകത്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഫ്ലോ ഡയഗ്രാം ആണ് നമ്മൾ കാണുന്നത്. സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കമ്പസ്റ്റ് ചെയ്ത് അത് സൾഫർ ഡയോക്സൈഡ് ആയി മാറുന്നു. സൾഫർ ഡയോക്സൈഡിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇമ്പ്യൂരിറ്റീസ്
ഡസ്റ്റ് പ്രസിപ്പേറ്ററിലൂടെ കടത്തി വിടുന്നു. ആ ഇമ്പ്യൂരിറ്റി എല്ലാം SO2 മാറ്റിയിട്ടാണ് വിടുന്നത്. SO2 അടുത്ത സ്റ്റെപ്പ് എന്താണ്? SO2 SO3 ആയി മാറണം. അതിന് SO2 + O2 ആ റിയാക്ഷൻ നടക്കുന്നു. ആ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? V2O5 കാറ്റലിസ്റ്റിന്റെ സഹായത്തിലാണ് SO3 ആകുന്നത്. V2O5. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സൾഫർ ഡയോക്സൈഡും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷനാണ്. അന്നേരം നമുക്ക് എന്താ അവസാന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്? ഒലിയമായിട്ട് വരുന്നു. ഒലിയം. ഇനി ഇവിടുത്തെ ഈ SO3 ആകുന്ന റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. തരം ആർസനിക് പ്യൂരിഫയർ കണ്ടെയ്നിങ് ജെലാറ്റിനസ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, അങ്ങനെ പലതരത്തിലുള്ള പ്യൂരിഫയറിലൂടെയൊക്കെയാണ് കടന്നാണ് നമുക്ക് അവസാനം നല്ല ശുദ്ധമായ ഒലിയം കിട്ടുന്നത്. അല്ല, കോൺസെൻട്രേറ്റഡ് ആണ് ഒലിയം. ഒലിയത്തെ ഡൈല്യൂട്ട് ചെയ്താണ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. In practice, the plant is operated at a pressure of 2 bar and a temperature of 720 Kelvin. നമ്മൾ പറഞ്ഞു ഒത്തിരി ലോ ടെമ്പറേച്ചർ ആയാൽ നമുക്ക് സാധ്യമല്ല, വളരെ സ്ലോ ആവും റിയാക്ഷൻ. അതുകൊണ്ട് ടെമ്പറേച്ചർ 720 Kelvin ആക്കുക. പിന്നെ അതുപോലെ പ്രഷർ 2 bar ആണ്. The SO3 gas from the catalyst converter is absorbed in concentrated H2SO4 to produce oleum. സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒലിയമായി മാറുന്നു. ഒലിയത്തിന്റെ ഫോർമുലയാണ് H2S2O7. ഇനി ഒലിയത്തെ എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുന്നത്? ഡൈല്യൂഷൻ ഓഫ് ഒലിയം വിത്ത് വാട്ടർ. ഒലിയത്തെ ഡൈല്യൂട്ട് ചെയ്താൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓർത്തിരിക്കുക, ഡൈല്യൂഷൻ ഓഫ് ഒലിയം വിത്ത് വാട്ടർ ഗീവ്സ് സൾഫ്യൂരിക് ആസിഡ്. ഓർത്തിരിക്കുക. The sulphuric acid obtained by contact process is 96 to 98% പ്യൂർ ആയിരിക്കും. നല്ല പ്യൂർ ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ് കോണ്ടാക്ട് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സൾഫ്യൂരിക് ആസിഡ് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് പരിശോധിക്കാം. സൾഫ്യൂരിക് ആസിഡ് ഒരു കളർലെസ് ഡെൻസ് ഓയിലി ലിക്വിഡ് ആണ്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.84 ആണ്. It freezes at 283 Kelvin and boils at 611 Kelvin. ഇതോരോ ടെമ്പറേച്ചർ പറയാണ്. ബോയിലിംഗ് പോയിന്റ് ഒക്കെ പറഞ്ഞു. ബോയിലിംഗ് പോയിന്റ് 611 Kelvin ആണ്. Sulphuric acid dissolves in water with the evolution of a large quantity of heat. Dissolves in water with the evolution of heat. Hence, care must be taken with preparing sulphuric acid സൊല്യൂഷൻ ഫ്രം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് ധാരാളം ഉപയോഗിക്കുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ഉണ്ട്, ലാബില് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. ആസിഡ് എല്ലാം എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. കാരണം എന്താണ്? ഇത് കയ്യിൽ വീണാൽ നല്ല പൊള്ളലായിരിക്കും. പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. The concentrated acid must be added slowly into water with a constant stirring. നമുക്ക് ഡൈല്യൂട്ട് ആകാൻ വേണ്ടി, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ ഡൈല്യൂട്ട് ആക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും വെള്ളത്തിനകത്തോട്ട് ആസിഡ് ഒഴിക്കുക. ദ കോൺസെൻട്രേറ്റഡ് ആസിഡ് മസ്റ്റ് ബി ആഡഡ് സ്ലോലി ഇൻ ടു വാട്ടർ. അല്ലാതെ ആസിഡ് എടുത്തിട്ട് ആസിഡിനകത്തോട്ട് നേരെ വെള്ളം ഒഴിക്കരുത്. പിന്നെ എങ്ങനെയാണ്? ദ കോൺസെൻട്രേറ്റഡ് ആസിഡ് മസ്റ്റ് ബി ആഡഡ് സ്ലോലി ഇൻ ടു വാട്ടർ വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിറിങ്. അന്നേരം നമുക്ക് അത് എക്സ്പ്ലോസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലാർജ് ഹീറ്റ് ഒക്കെ അത് പുറപ്പെടുവിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ഇല്ലാതാക്കാൻ, കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റിറൊക്കെ ചെയ്ത് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. സൾഫ്യൂരിക് ആസിഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്: low volatility, strong acidic character, strong affinity for water, ability to act as an oxidizing agent. ഇത്രയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് സൾഫ്യൂരിക് ആസിഡിനുള്ളത്. പിന്നെ നല്ല ഹൈലി റിയാക്റ്റീവ് ആണ്. ഈ റിയാക്ടിവിറ്റിക്കൊക്കെ കാരണം ലോ വോളറ്റിലിറ്റി, സ്ട്രോങ് അസിഡിക് ക്യാരക്ടർ, സ്ട്രോങ് അഫിനിറ്റി ഫോർ വാട്ടർ, എബിലിറ്റി ടു ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. സൾഫ്യൂരിക് ആസിഡ് ഡൈബേസിക് ആസിഡ് ആണ്. ഇതിന്റെ രണ്ട് ഇൻ അക്വസ് സൊല്യൂഷൻ സൾഫ്യൂരിക് ആസിഡ് അയണൈസസ് ഇൻ 2 സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് H2O ഗീവ്സ് HSO4 മൈനസ്. ഒരു H അങ്ങ് പോയി. ആ Hനെ ആര് ഏറ്റെടുത്തു? H2Oയിലോട്ടാണ് പോയത്. അതിൽ H2 എന്തായി മാറി? H3O പ്ലസ് ആയി മാറി. H3O പ്ലസ്. അടുത്ത രണ്ടാമത്തെ വെരി ലാർജ്, അതിന്റെ Ka എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. അതുപോലെ HSO4 മൈനസ് പിന്നെയും റിയാക്ട് ചെയ്യാണ്. H2Oയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ H പ്ലസും കൂടെ മാറുന്നു. അന്നേരം അത് SO4 2 മൈനസ് ആയി മാറുന്നു, പ്ലസ് H3O പ്ലസ്.
The larger value of K means that H2SO4 is largely dissociated into H plus and HSO4 minus. Greater the value of dissociation constant, K എന്ന് പറഞ്ഞാൽ dissociation constant ആണ്. അതിന്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ ആ വാല്യൂ ആ ആസിഡ് സ്ട്രോങ് ആണെന്ന് പറയും. ഇപ്പൊ നമ്മള് ഇവിടുത്തെ സൾഫ്യൂരിക് ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആയ K വെരി ലാർജ് ആണ്. അതുകൊണ്ട് ഈ സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ് ആണ്. ഓർത്തിരിക്കുക. Because of its low volatility can be used in the manufacture of more volatile acids from their corresponding salts. ഇപ്പം ഒരു മെറ്റൽ ഹാലൈഡ് ഹാലജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആരൊക്കെയായിരിക്കും? എക്സ് എന്ന് പറയുന്നതാണ് ഹാലജൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ അങ്ങനെ ഉള്ളതാണ്. അല്ലെങ്കിൽ എക്സ് ഏത് NO3 ആകാം. നമ്മള് MX plus H2SO4 gives HX plus M2SO4. എക്സ് നമ്മള് NO3 ഇവിടെ കൊടുക്കുന്നുണ്ട്, ഹാലജൻ മാത്രമല്ല. നമുക്ക് ഇവിടെ കിട്ടുകയാണ് പലതരത്തിലുള്ള ആസിഡ്, വോളറ്റൈൽ ആസിഡ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും സൾഫ്യൂരിക് ആസിഡും ഹാലൈഡ്സും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. Many wet gases can be dried by passing them through sulfuric acid. ധാരാളം വെറ്റ് ഗ്യാസസിനെ, നനവുള്ള ഗ്യാസസിനെ നമുക്ക് ഡ്രൈ ആക്കാൻ പറ്റും. എങ്ങനെയാണ്? സൾഫ്യൂരിക് ആസിഡിലൂടെ അത് കടത്തി വിടുമ്പോൾ. Provided the gases do not react with acid. എന്നാൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. സൾഫ്യൂരിക് ആസിഡ് റിമൂവ്സ് വാട്ടർ ഫ്രം ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് വെള്ളത്തെ അത് വലിച്ചെടുക്കുന്നു. അതാണ് ചാറിങ്. ഇറ്റ് ഈസ് എവിഡന്റ് ബൈ ഇറ്റ്സ് എ ചാറിങ് ആക്ഷൻ ഓൺ കാർബോഹൈഡ്രേറ്റ്. നമുക്ക് സൾഫ്യൂരിക് ആസിഡ് C12H22O11, അതായത് പഞ്ചസാരക്കകത്തോട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞ പോലെയാണ്. അതായത് നമുക്കറിയാം കരി എന്ന് പറഞ്ഞ കാർബൺ അല്ലെ. നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനകത്ത് H2O എല്ലാം ആര് വലിച്ചെടുക്കുന്നു? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അവിടുന്ന് മാറ്റി കഴിയുമ്പോൾ അവിടെ എന്ത് മാത്രമാകുന്നു? കാർബൺ മാത്രമാകുന്നു. അതിനെയാണ് ഈ ചാറിങ് എന്ന് പറയുന്നത്. ചാറിങ്, കരി, കാർബൺ ആകുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് ചാറിങ്. നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തൊക്കെ ഒന്ന് സൾഫ്യൂരിക് ആസിഡ് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളലാകട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് മോഡറേറ്റ്ലി സ്ട്രോങ് ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഫോസ്ഫോണിക് ആൻഡ് നൈട്രിക് ആസിഡ്. Both metals and non-metals are oxidized by concentrated sulfuric acid, which is reduced to SO2. ഇപ്പം സൾഫ്യൂരിക് ആസിഡ് കോപ്പറുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് കോപ്പർ സൾഫേറ്റ് ആയി മാറുന്നു. സൾഫർ ഡയോക്സൈഡും H2O ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. സൾഫറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. കാർബണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കാർബൺ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും. ഇവിടെ എല്ലാം 3 റിയാക്ഷനും നമ്മൾ കോമൺ ആയിട്ടൊരു കോമ്പൗണ്ടിനെ കാണുകയാണ്. അതേതാണ്? സൾഫർ ഡയോക്സൈഡിനെയാണ് 3 റിയാക്ഷനിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ പറയാണ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ ഓക്സിഡൈസ്ഡ് ബൈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വിച്ച് ഈസ് റെഡ്യൂസ്ഡ് ടു SO2. സൾഫ്യൂരിക് ആസിഡ് വരുമ്പോൾ അത് SO2 എന്നുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. SO2. ഇതിന്റെ യൂസസ് പറയുകയാണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ കെമിക്കലാണ്. Nation's industrial strength can be judged by the quantity of sulfuric acid produced and consumed, needed for manufacture of hundreds of other compounds and also in many industrial processes. വ്യാവസായിക അടിസ്ഥാനത്തിൽ വളരെയധികം ഉപയോഗമുള്ള കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ്. The bulk of sulfuric acid produced is used in the manufacture of fertilizer. വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. വളം എക്സാമ്പിൾ ആണ് അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, അങ്ങനെയുള്ള ഫെർട്ടിലൈസറിനൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ കെമിക്കലാണ് സൾഫ്യൂരിക് ആസിഡ്. It also uses in petroleum refining, manufacture of pigments, paints, detergent, metallurgical applications, storage batteries, laboratory reagent ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു വരുന്നു.
സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സൾഫർ ഇലമെന്റിനെ പറ്റിയാണ്. സൾഫർ ഇലമെന്റും അതിൻ്റെ കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പഠിച്ചത്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് NCERT ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ഈ പാട്ട് NCERT ടെക്സ്റ്റുള്ളത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിക്കോളും. ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തിരിക്കുന്ന NCERTയുടെ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ്. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ചാനലിൽ കയറി വീണ്ടും ഈ ക്ലാസ് കാണുക. അന്നേരം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലായിക്കോളും. ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.